അഭിലാഷ ഇത് കാണാൻ പറ്റുന്നുണ്ടോ? താങ്കൾ നാടകമാണോ? വായിച്ചോളൂ, എന്താണെന്ന് വെച്ചാൽ വായിച്ചോളൂ. വായിക്കാൻ പറ്റില്ല അഭിലാഷേ, വായിക്കാൻ പറ്റില്ല. ഇത് ജനങ്ങൾക്ക് മുന്നിൽ വായിക്കാൻ പറ്റുന്ന കാര്യം. ഇത് വായിക്കാൻ പറ്റാത്ത കമന്റ് ഇട്ടത് ഇതാ ഷോബിൻ തോമസ്, യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ സെക്രട്ടറിയാണ്. ഇപ്പം തായക്ക് പുതിയ ചുമതലയുണ്ട്. ഷോബിൻ തോമസ് നാഷണൽ കോർഡിനേറ്റർ. ഇതാരാണ്? യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ സെക്രട്ടറി ആണോ ഞങ്ങളുടെ നാടകത്തിലെ നടന്മാർ? യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ സെക്രട്ടറി ഞങ്ങളുടെ നാടകത്തിലെ നടന്മാരായിട്ട് ഇവർ വിട്ടിട്ടുണ്ടോ? അല്ല, ഒരു സെക്കൻഡ് സനോജ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഈ ഷോബിൻ തോമസ് ഇവിടെ വിവാദമായിട്ടുള്ള കമന്റ് ഇട്ടത് എന്നാണ്? ഇന്നലെയല്ലേ? ഡേറ്റ് നോക്കിയില്ല. അതായത് ഇന്നലെയാണ്. അതായത് ഇപ്പോൾ താങ്കൾ പറയുന്നത് ശരിയാണ്. ഷോബിൻ തോമസ് യൂത്ത് കോൺഗ്രസിന്റെ ഭാരവാഹിയാണ്. അയാൾ പറയാൻ പാടില്ലാത്ത കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്, തെറ്റാണ്. പക്ഷേ ഈ മിനിയാന്ന് ഇടത് സ്ഥാനാർത്ഥി വാർത്താ സമ്മേളനം നടത്തിയതിന് ശേഷമാണ് ഷോബിൻ തോമസ് ഇങ്ങനെ ഒരു കമന്റ് ഇട്ടിരിക്കുന്നത്. അതുകൊണ്ട് ആ കമന്റ് ശരിയാണെന്നല്ല, കമന്റ് അപലപനീയമാണ്, തെറ്റാണ്, നിയമ നടപടികൾ സ്വീകരിക്കണം. പക്ഷേ ഇതിനൊക്കെ ആധാരമായി നിങ്ങൾ പറയുന്ന ഈ സൈബർ ആക്രമണത്തിന്റെ തുടക്കമുണ്ടല്ലോ, ഇതിന്റെ അടിസ്ഥാന മെറ്റീരിയൽ ഉണ്ടല്ലോ, അതെവിടെ? അത് ആരാണ് പറഞ്ഞത്? ഏത് കോൺഗ്രസ്സുകാരനാണ്? ഏത് ലീഗുകാരനാണ്? ആ ലീഗുകാരനെ അല്ലെങ്കിൽ കോൺഗ്രസ്സുകാരനെ അല്ലെങ്കിൽ നിങ്ങൾ പറയുന്ന ആളെ എന്തുകൊണ്ടാണ് ഇതുവരെ പിടിക്കാത്തത്? അഭിലാഷേ, ഇതെന്താ കാര്യം എന്ന് വെച്ചാൽ ഇപ്പോൾ വാട്സപ്പാണ് ഇവരുടെ പ്രധാനപ്പെട്ട ആയുധം. ഇവരെ എഡിറ്റ് ചെയ്തിട്ട് കുടുംബ ഗ്രൂപ്പുകളിൽ ഇതിങ്ങനെ കൊണ്ടുവിടുകയാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ശൈലജ ടീച്ചർ മുസ്ലിങ്ങൾക്കെതിരായി സംസാരിച്ചു എന്ന് പറയുന്ന ഒരു വീഡിയോ എഡിറ്റ് ചെയ്തിട്ടു. അതിന് കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ തയ്യൽ ടീച്ചർ എന്നൊക്കെ പറഞ്ഞ് ആക്ഷേപം ചൊരിയുന്ന പലതരത്തിലുള്ള കമൻറ്റുകൾ ഇടുകയാണ്. ഇപ്പോൾ തുടർച്ചയായിട്ട് ടീച്ചർക്കെതിരായി ഈ ഒരു വലിയ ടീം ഇതിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പം അങ്ങനെ കുറേ കാര്യങ്ങൾ ഉയർന്നു വന്നപ്പോഴാണ്, ഒന്നോ രണ്ടോ കമൻ്റ് അല്ല, ഒന്നോ രണ്ടോ പോസ്റ്റല്ല, വളരെ ആസൂത്രിതമായി ഈ കാര്യങ്ങൾ നടക്കുന്നു എന്ന് കണ്ടപ്പോഴാണ് ശൈലജ ടീച്ചറെ പോലെയുള്ള ഒരു മുതിർന്ന, കേരളമാകെ ആദരിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തക, ഒരു വനിതാ നേതാവ് പത്രസമ്മേളനം നടത്തിയിട്ട് പറയേണ്ടി വന്നത്. അല്ല, അത് നിയമ നടപടി സ്വീകരിക്കേണ്ട കാര്യം തന്നെ. ഇവിടെ ഇപ്പോൾ അതായത് ഈ ഒന്ന് പറയട്ടെ ലവ് ജിഹാദ് സംബന്ധിച്ചും താങ്കൾ പറഞ്ഞ വീഡിയോ എഡിറ്റ് ചെയ്തിട്ട കാര്യം ഒക്കെ ശരി, അതൊക്കെ ഉണ്ടായിട്ടുള്ള കാര്യമാണ്. ഞാനിവിടെ പാറക്കൽ അബ്ദുള്ളയോട് ചോദിച്ചു. പക്ഷേ ഇതിന് ആധാരമായ ഒരു മോർഫ്ഡ് വീഡിയോ എന്ന് പറഞ്ഞാൽ ഈ വിവാദങ്ങൾക്കൊക്കെ തുടക്കമായിട്ടുള്ള ഒരു മോർഫ്ഡ് വീഡിയോയുടെ കാര്യം ആണ് മുഖ്യമായും ഉന്നയിച്ചത്. അതാരുണ്ടാക്കിയതാണ്? അത് എവിടെയാണ്? അത് ആരാണ് അതിന്റെ പിറകിൽ? എന്തുകൊണ്ടാണ് അത് ഉണ്ടാക്കിയ ആളുകളെ, അത് പ്രചരിപ്പിച്ച ആളുകളെ പിടിക്കാത്തത്? ഇതൊരു ഫണ്ടമെന്റൽ ഇഷ്യൂ ആണ്. അല്ല, ഉണ്ടാക്കിയ ആളുകളെ പിടിക്കും, അതിനാണല്ലോ പരാതി കൊടുത്തത്. അത് ഉണ്ടാക്കിയ ആളുകളെ പിടിക്കാൻ ആവശ്യമായിട്ടുള്ള അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് പിടിച്ചിട്ടില്ലെങ്കിൽ പിന്നെ ഈ ചർച്ച ഇവിടെ അവസാനിപ്പിക്കണം എന്ന് പറയുന്നതിന്റെ യുക്തി എന്താണ്? ഇന്ന് പിടിച്ചിട്ടില്ലെങ്കിൽ ഇത് അവസാനിപ്പിക്കണം, ഈ ചർച്ച പാടില്ല എന്ന് പറയുന്ന യുക്തി എന്താണ്? നമുക്ക് ഓർമ്മയുണ്ടല്ലോ തൃക്കാക്കരയിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ, ഞാൻ പറയട്ടെ അല്ല, നിങ്ങൾ പറയുന്നത് ഞാൻ പറഞ്ഞില്ല. തൃക്കാക്കരയിലെ തെരഞ്ഞെടുപ്പിൽ ജോസഫിനെതിരായി ഒരു വീഡിയോ ഇറങ്ങി, നമുക്ക് ഓർമ്മയില്ലേ? അന്ന് മാധ്യമപ്രവർത്തകർ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവിനോട് ചോദിച്ചു, അല്ല, ഒരു സ്ഥാനാർത്ഥിക്കെതിരായിട്ട് ഇങ്ങനെ വീഡിയോ പ്രദർശിപ്പിക്കുന്നത് ശരിയാണോ? അന്നെന്താ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ പറഞ്ഞത്? സതീശൻ പറഞ്ഞു, അയ്യോ, ഇങ്ങനെയുള്ള വീഡിയോ ഒക്കെ കിട്ടിയാൽ ആരാ കാണാതിരിക്കുക, ആരാ ഷെയർ ചെയ്യാതിരിക്കുക എന്നൊക്കെയല്ലേ പറഞ്ഞത്. അവരിൽ നിന്ന് ആ സംസ്കാരമേ പ്രതീക്ഷിക്കുന്നുള്ളൂ. കാരണം അവരുടെ ഭാഷ നമുക്കറിയാം. കേരളത്തിലെ KPCC പ്രസിഡന്റ് പ്രതിപക്ഷ നേതാവിനെ പത്രസമ്മേളനത്തിൽ എന്താണ് വിശേഷിപ്പിച്ചത് നമുക്കറിയാം. അതുകൊണ്ട് ആ കാര്യം കൂടുതൽ പറയിപ്പിക്കുന്നില്ല. അപ്പോൾ ഇവരുടെ ശിഷ്യന്മാർ, ഇപ്പോൾ പ്രത്യേകിച്ച് ഇവരുടെ IT സെല്ലിൻ്റെ തലവനായിട്ടുള്ള സരിൻ, ഈ ഷാഫി, ഈ രാഹുൽ മാങ്കൂട്ടം, ഈ വ്യാജ കാർഡടിക്കുക, ആൾക്കെതിരായിട്ട് ഇത്തരം ചിത്രങ്ങൾ ഉണ്ടാക്കുക, അത് വാട്സപ്പ് ഗ്രൂപ്പിൽ വിടുക, ഏതെങ്കിലും ഫേസ്ബുക്ക് അക്കൗണ്ടിൽ കൊടുത്താൽ മാത്രമല്ലേ അതിനൊരു അക്കൗണ്ടബിലിറ്റി ഉണ്ടാവും. ഇതിപ്പോ വാട്സപ്പ് ഗ്രൂപ്പിൽ വിട്ടാൽ ധാരാളം ആളുകൾക്ക് എത്തും. ഇത് ഒരു വാചാടോപമാണ്. റെട്ടറിക്കലായി നമ്മൾ കുറെ കാര്യങ്ങൾ പറയാണ്. ഇന്നിപ്പോ ദേശാഭിമാനി എഴുതി, യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് നേതൃത്വത്തിലുള്ള വിങ് ആണ് മോർഫ് ചെയ്ത അശ്ലീല വീഡിയോ ഉണ്ടാക്കിയത്. എന്നിട്ട് അശ്ലീല ചിത്രങ്ങൾ കുടുംബ ഗ്രൂപ്പിൽ പ്രചരിപ്പിച്ചു. യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന നേതൃത്വത്തിലുള്ള, സംസ്ഥാന പ്രസിഡന്റിന്റെ നേതൃത്വത്തിലുള്ള ഒരു വിങ് അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ പ്രസംഗിച്ചാൽ പോരല്ലോ. അക്കാര്യത്തിൽ കൃത്യമായി നടപടി എടുക്കണ്ടേ? ആ വീഡിയോയുടെ ഒറിജിൻ, അത് ഉണ്ടാക്കിയത്, പ്രചരിപ്പിച്ചത് വളരെ ഹീനമായ ഒരു കുറ്റകൃത്യമല്ലേ? ആ ഹീനമായ കുറ്റകൃത്യം ചെയ്തവർ ആരാണ് എന്ന് കൃത്യമായി ചൂണ്ടിക്കാണിക്കാതെ ഇത് അവരാണ്, ഇവർക്ക് പണ്ടേ അങ്ങനത്തെ ചരിത്രമുണ്ട്, വേറെ കാർഡ് ഉണ്ടാക്കി, അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് സ്പെസിഫിക് ആവേണ്ട വിഷയമാണ്. ഇത് ഗൗരവമുള്ള വിഷയമാണ്. ആരെ, എങ്ങനെ, എന്താ എന്നുള്ളത് സ്പെസിഫിക് ആവേണ്ട വിഷയമാണ്. ഗൗരവമാണ്.
അഭിലാഷ് ഒരു മിനിറ്റ് ഞാൻ ഒരു കാര്യം പറയട്ടെ. എബിൻ എന്ന് പറയുന്ന ഒരാള് തിരുവനന്തപുരത്ത് ഇപ്പൊ KSUവിന്റെ ജില്ലാ സെക്രട്ടറിയാണ്. ഈ എബിന്റെ പേരിൽ നേരത്തെ ഒരു കേസ് ഉണ്ടായിരുന്നു. എന്താ കേസ് എന്നറിയുമോ? DYFIയുടെ അഖിലേന്ത്യാ അധ്യക്ഷൻ സഖാവ് റഹീം സഖാവിന്റെ ഭാര്യ അമൃതയെ, അതുപോലെ തന്നെ അന്തരിച്ച സഖാവ് P ബിജുവിന്റെ ഭാര്യ ഹർഷയെ, അന്തരിച്ച മഹാനായ നേതാവ് കോടിയേരി ബാലകൃഷ്ണ സഖാവിന്റെ ഭാര്യയെ, ഇവരുടെ എല്ലാം ചിത്രമെടുത്ത് മോർഫ് ചെയ്ത് കോട്ടയം കുഞ്ഞച്ചൻ എന്ന പേജിൽ കൂടി അങ്ങേയറ്റം നമുക്ക് പറയാൻ കഴിയാത്ത അശ്ലീല പരാമർശങ്ങൾ ഇട്ട പോസ്റ്റ് ഇട്ടു. പോലീസിൽ കേസായി. ഈ കോട്ടയം കുഞ്ഞച്ചൻ എന്ന പേജിന്റെ ഉടമയെ കണ്ടെത്തി. പിടിച്ചപ്പോൾ കോൺഗ്രസിന്റെ വാർഡ് പ്രസിഡന്റ് ആ വാർഡ് പ്രസിഡന്റിന് അന്ന് ജാമ്യം എടുത്തു കൊടുക്കാൻ ആരാ പോയെന്നറിയോ? ആരാ ആളുകളെ അയച്ചെന്നറിയോ? ഇവരുടെ IT സെല്ലിന്റെ തലവനായിട്ടുള്ള സരിൻ. അന്ന് സരിനിട്ട ഒരു പോസ്റ്റിലെ വാചകം ഞാൻ വായിക്കാം. കേസിൽ നമുക്ക് വേണ്ടി ഹാജരായ അഡ്വക്കേറ്റ് റഹ്മത്തുള്ള, അഡ്വക്കേറ്റ് കീർത്തന ജോസഫ്, അഡ്വക്കേറ്റ് സൂര്യ രഘുനാഥ്, നന്ദി, പാർട്ടിക്ക് വേണ്ടി ഈ IT സെല്ലിന് വേണ്ടി പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു പറയുന്നതാണ്. എന്നിട്ട് അവർ പറഞ്ഞു ഇത് പിണറായി വിജയൻ എടുത്ത കള്ളക്കേസാണെന്നാണ് പറഞ്ഞത്. എന്നാൽ പിന്നെ പിണറായി വിജയൻ ഈ യൂത്ത് കോൺഗ്രസിന്റെ നേതാവായിട്ടുള്ള KSUവിന്റെ ജില്ലാ സെക്രട്ടറിക്കെതിരെ ഒരു കള്ളക്കേസ് എടുത്തു. എന്നാൽ പിന്നെ ഇവർ കോടതിയിൽ ചോദ്യം ചെയ്തോ? ഇത് വളരെ കൃത്യമായ ശാസ്ത്രീയ അന്വേഷണത്തിൽ കൂടിയാണ് ഈ തെളിവ് എടുത്തത്. പോലീസ് കോടതിയിൽ കൊടുത്തു, കോടതി ഇയാൾ റിമാൻഡ് ചെയ്തു. രണ്ട് മൂന്ന് കേസുണ്ടായിരുന്നു. ആദ്യം പിടികൂടപ്പെട്ട് കോടതി ഹാജരാക്കിയപ്പോൾ എന്തോ ഒരു ടെക്നിക്കൽ എററിന്റെ പേരിൽ ഇയാൾ രക്ഷപ്പെട്ടു, ജാമ്യം എടുത്തു. ആ ജാമ്യം കിട്ടിയതിന് സന്തോഷം പങ്കുവെക്കാൻ വേണ്ടി തയ്യാറായത് ആരാ ഇത്തരം ക്രിമിനൽ സംഘങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നത്? ഈ എബിനെ തള്ളി പറയാൻ അന്ന് സരിൻ തയ്യാറായിട്ടുണ്ടെങ്കിൽ നമുക്ക് പറയായിരുന്നു അവർ അന്തസ്സുള്ള നിലപാട് സ്വീകരിച്ചു എന്ന്. അതുപോലെ തന്നെയാണ് ഷോബിനെ ഈ നിമിഷം വരെ തള്ളി പറഞ്ഞിട്ടില്ല. ഇതാ നോക്ക്, ഷോബിൻ ആരുടെ കൂടെയൊക്കെ ഇനിയെങ്കിലും തള്ളി പറഞ്ഞോ? ഈ നിമിഷം വരെ തള്ളി പറഞ്ഞിട്ടില്ല. ശരി, ഓക്കെ.